പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് വരും. അത്ര എനിക്ക് നമ്മളോട് പറയാം. വിശ്വാസമാണ്, കോടതിനെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. അതേപോലെ തന്നെ എൻ്റെ വക്കീലിനെ പൂർണ്ണമായിട്ടും 100% വിശ്വാസമാണ്. പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് വരും. അത്ര എനിക്ക് നമ്മളോട് പറയാം. ആണാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആരോടൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനിയിപ്പം കോടതി തീരുമാനിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട 3 കർശന ഉപാധികളോടെയാണ് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം. രണ്ടാമതായിട്ട്, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കരുത്. 3, ഇതുപോലെ ഉള്ള സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്വാധീനത്തിൽ ഇടപെടുത്തരുത്. ഈ 3 ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 50,000-ൻ്റെ 2 ആൾജാമ്യത്തിലൂടെയാണ് കോടതി അനുവദിച്ചത്. വളരെ ശക്തമായ വാദങ്ങളാണ് ഈ പറയുന്ന കലാമണ്ഡലം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതിയിൽ ഉന്നയിച്ചത്. ഒരു ടീച്ചറായിരുന്നു എന്നും കുറേ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നും അവർ പറഞ്ഞത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ് എന്നും, അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അത് SC/ST വകുപ്പിൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി കസ്റ്റഡി ആവശ്യമാണ്, കസ്റ്റഡി കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കുകയുള്ളൂ, അന്വേഷണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഡിവൈസ് മാറ്റുമായി ചില സംഗതികൾ കണ്ടെത്താനുണ്ട്. പക്ഷേ ഡിവൈസ് ഒരു പക്ഷേ 2-3 പ്രതികൾ അത് ഷൂട്ടിംഗ് നടത്തി അവരുടെ കൈവശം വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് കോടതിയിൽ ഹാജരാവുകയും ബഹുമാനപ്പെട്ട SC/ST കോടതി ഈ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. കർശന ഉപാധികൾ. എന്തിനടാ എല്ലാവരും കിടന്ന് ഓടി? മര്യാദയ്ക്ക് അത് വെച്ചാൽ മതി, അവിടെ കിട്ടിയാണ്. ചുമ്മാ നമുക്ക് വെറുതെ വായിക്കുന്നതൊക്കെ എല്ലാവരും വായിക്കും. നമ്മൾ എനിക്ക് സെൻറ്റർ കറക്റ്റ്